അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് എടുക്കുന്ന സമയത്ത് കട്ടകളുണ്ടാവും, അത് അരിച്ചിട്ട് വേണം കടലമാവ് എടുക്കാൻ. അതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ കടലമാവും ബാക്കിയെല്ലാം അളന്നിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടി എടുക്കുക. ഗ്ലാസിന്റെ അളവിലാണ് കടലമാവ് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർക്കാതെയും തയ്യാറാക്കാം, പക്ഷെ നല്ലോണം മൊരിഞ്ഞ് കിട്ടില്ല. നല്ലോണം മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കുഴപ്പമൊന്നുമില്ല, വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കൂടി പോകരുത്, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂൺ അയമോദകം കൈകൊണ്ട് തിരുമ്മി പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അയമോദകം നമ്മൾ മുറുക്കിലൊക്കെ ചേർക്കില്ലേ, അതാണ്. നല്ല മണവും നല്ല മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അയമോദകം ചേർത്ത് കൊടുക്കുന്നത്. അജ്വേനാണ് ഇത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എടുത്തിട്ട്, ചെറിയ ജീരകത്തിന്റെ മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് ഇടിയോയിൽ വെച്ചിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവനെ അങ്ങ് ചേർക്കണ്ട. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ചിലർക്ക് ഉപ്പ് കുറച്ച് മതി, ചിലർക്ക് കുറച്ച് അധികം വേണം. അവരനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. എണ്ണയ്ക്ക് പകരം മെൽറ്റഡ് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. ഒന്നുകിൽ ബട്ടർ, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബട്ടർ എടുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ബട്ടർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ബട്ടറിന് പകരം 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഉപ്പ് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ മാവ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടലമാവ് ആയതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഓരോ കടലമാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കഴുകിയതിന് ശേഷം എണ്ണ ഒന്ന് കയ്യിൽ തടവിയിട്ട് കുഴച്ചെടുത്താൽ മതി. കടലമാവ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മാവ് ലൂസായി പോകാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഒട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൈ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതിയാവും. ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ഗ്രേറ്റർ ആണ് വേണ്ടത്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് 3 ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഒരു ഉരുള എടുക്കുക. അപ്പോൾ 3 ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേറ്ററിൽ ഞാൻ എണ്ണ 2 വശത്തും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് എടുക്കുക. ഇതുപോലെ ഒന്ന് നമുക്ക് മാവ് പ്രസ് ചെയ്ത് തേച്ച് വിട്ട് കൊടുക്കുക. ഇതുപോലെ മാവെടുത്ത് ഇങ്ങനെ തേച്ച് ഇതുപോലെ ഒന്ന് വിട്ട് കൊടുക്കുക.
ഇപ്പം സേവനാഴി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്റർ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ അങ്ങ് തേച്ച് തേച്ച് വിട്ട് കൊടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്, നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ അതെല്ലാം എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ സേവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലക്കടലയും പൊട്ടുകടലയൊക്കെ നമുക്ക് ഒന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരി ഇട്ട് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി അല്ലികൾ, പച്ചൽമുളക്, കറിവേപ്പിലയെല്ലാം നമുക്ക് മൂപ്പിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കടലമാവും അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് വൈകിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണിത്. ഇത് കുറേ ദിവസം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇത് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അടികട്ടിയുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് തേച്ച് വിട്ടു കൊടുത്താലും മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സേവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം സേവ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്